Hi everyone, it's me Rahul. Welcome to my Internet FX, my YouTube channel. സോ ഇന്ന് നിഫ്റ്റി ഏകദേശം ഒരു 200 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു. അതായത് നമ്മുടെ മേജർ സപ്പോർട്ടായ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ആൻഡ് നമ്മൾ സപ്പോർട്ട് എടുക്കേണ്ട ഏരിയ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 25, 26 to 29 ഈ ഒരു ഏരിയയിൽ നിന്ന് നിഫ്റ്റി നല്ല ഹെവി ആയിട്ട് ഫാൾ ചെയ്ത് ആ സപ്പോർട്ടെല്ലാം ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഒരു 25,900 ഈ ഒരു സോണിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് 1 ഹവറിൽ വീണ്ടും ആ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി ഒരു മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ആസ് പെർ ന്യൂസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ടെക്നിക്കൽ എല്ലാം ഫെയിലായി പോകുന്ന സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വരും. അങ്ങനെ ഒരു ദിവസങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഗ്ലോബൽ ക്യൂസും കാര്യങ്ങളൊക്കെ നെഗറ്റീവാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത്. അതാണ് ഒരു മെയിൻ റീസൺ. ഇന്നലത്തെ ഫാളിൻ്റെ കാര്യം അത് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പം നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ലെവൽസ് എല്ലാം ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ലെവൽസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഇത് തന്നെയാണ് ലെവൽസ് ഉള്ളത്. ഈ ഒരു ഏരിയയിൽ 25,882 ബിറ്റ്വീൻ 25,945. ഓക്കെ, ഇത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോണാണ്. ഇത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. എബോവ് 25,945 ഈസ് ബുള്ളിഷ്. സോ നമ്മൾ ഒരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, ഒരു ക്യാരക്ടർ അനുസരിച്ച്, നമ്മുടെ ഡാറ്റ PCR അങ്ങനെയുള്ള ഡാറ്റ അനുസരിച്ച് മാർക്കറ്റ് ഒരുപാട് ഓവർ സോൾഡ് അല്ലെങ്കിൽ ഒരുപാട് താഴെ വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം ഞാനൊരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് പറയുന്നില്ല, ബട്ട് ഒരു ബുള്ളിഷ് കറക്ഷൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മൺഡേ. ഓക്കെ, സോ അത് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതല്ലാതെ മേ ബി അത് 25,868 അതായത് ഡേ ലോയുടെ താഴെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വോളിയത്തോടുകൂടി വീണ്ടും മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി 25,772 ഇത് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് താഴോട്ടുള്ള ഇവിടം വരെ മാർക്കറ്റ് ഇനിയും വീഴാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നു. സോ നേരെ അവിടെ വരുത്തൊന്നും ഞാൻ പറയുന്നില്ല. മാർക്കറ്റ് ഈ ഒരു ഫോർമേഷനിൽ മാർക്കറ്റ് മെല്ലെ താഴോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫോർമേഷനിൽ. സോ മാർക്കറ്റ് ഈ ഒരു ഫാള് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, പിന്നെ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഫോർമേഷൻസ്, ഒരു ചാർട്ട് പാറ്റേൺ ഫോർമേഷൻസും നിഫ്റ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് തിയറി പോലെ അക്യുറേറ്റ് വന്നിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന്. സോ ആ ഒരു ഫോർമേഷൻസും അവിടെ ഉണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വീഴാൻ കാരണം, ഈ ടാർഗറ്റ് ഇവിടം വരെ എങ്ങനെ അത് മെഷർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അറിയുന്നവർക്ക് അറിയുന്നതായിരിക്കും, അത് ഞാൻ അറിയാത്തവരാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് അവർക്ക് എന്തായാലും 100% ഇതിനെക്കുറിച്ച് അറിയുന്നതായിരിക്കും. ഓക്കെ, സോ നാളെ നമ്മുടെ ലെവൽസ് ഇതൊക്കെയാണ്. 25,868 ബിലോ വി ആർ ഇൻ ബിയറിഷ്, 25,945 എബോവ് വി ആർ ഇൻ ബുള്ളിഷ്. ഓക്കെ, ഇതാണ് നാളത്തെ വ്യൂ. ഓക്കെ, ആൻഡ് നാളെ ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റിലോട്ടോ ഒരു സ്റ്റോക്കിലോട്ടോ ബൈയിങ്ങിലോട്ടോ ഇപ്പോൾ പോകണ്ട. കാരണം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്സും വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് എല്ലാം നിഫ്റ്റി 50, നിഫ്റ്റി 100 ഇതെല്ലാം നിഫ്റ്റി ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിൻ്റെ കൂടെ ഡൗൺ ആയിരിക്കും. കാരണം മേജർ ഡൗൺ ഇപ്പോൾ ഇത്രയും നാളും റാലി ചെയ്തുകൊണ്ടിരുന്ന മെറ്റൽ സ്റ്റോക്സ് ഇതെല്ലാം ഒരു സെല്ലിംഗ് പ്രഷറിലോട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെ എന്തുകൊണ്ടും പറയാം. ഓക്കെ, പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം റീസൺ ഈ റാലി ചെയ്ത സ്റ്റോക്കുകൾക്ക്. സോ അതൊക്കെ ഒരു ഷോർട്ട് ടൈം കറക്ഷൻ, ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് ഫൈൻ, ബട്ട് ഒരു ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക, അൺവാണ്ടഡായിട്ട് ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കാതെ. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.